അങ്ങനെ ബബിത പോയിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അലീനയും പറയുന്നുണ്ടല്ലോ, അല്ല ഞാൻ അച്ഛൻ്റെ മകളല്ല, പക്ഷെ നിങ്ങളുടെ ചേച്ചിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ വൈകുന്നേര സമയത്ത് രോഹിയും ബബിതയും അതുപോലെ കൃഷ്ണമോളോട് ഇരിക്കുകയാണ്. ഈ സമയം രോഹി പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് ബബി നീ ശ്രദ്ധിച്ചോ? എൻ്റെ മകളല്ലെന്നേ പറഞ്ഞുള്ളൂ, പക്ഷേ അവൾ നിങ്ങളുടെ രക്തമാണ് എന്ന് പറഞ്ഞത് നീ ശ്രദ്ധിച്ചിരുന്നോ? അപ്പൊ ബബി പറയാണ്, അതെ എനിക്ക് അങ്ങനെ തോന്നി. അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്നോടും. നിങ്ങളുടെ സ്വന്തം ചോരയാണെന്നാ അച്ഛൻ പറഞ്ഞത്. അച്ഛൻ്റെ മകളല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചോര എങ്ങനെയാവുക? അപ്പൊ പിന്നെ എന്ന് പറയുമ്പോൾ രോഹി പറയാണ്, അതെ അമ്മയുടെ മോളാണെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം എന്ന് ചോദിക്കാണ്. നമ്മുടെ അലീന അവളുടെ അച്ഛൻ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് പോയതിനു ശേഷമുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ കൃഷ്ണമാണെങ്കിൽ മിണ്ടാതിരിക്കുകയായിരിക്കുവേ. ബബിത ചോദിക്കാണ്, അല്ല നിനക്കിതൊക്കെ നേരത്തെ അറിയാമല്ലേ അലിന ചേച്ചി അച്ഛൻ്റെ മകളല്ലെന്ന്? പിന്നെ നീ എന്തുകൊണ്ടാണ് ചേച്ചിനെ ഇത്രയധികം സ്നേഹിച്ചത്? അല്ല ബബിത ചേച്ചി രോഹിത്തേട്ടനും ഇപ്പോൾ അലിനച്ചിനെ ഒത്തിരി സ്നേഹിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാ? ചേച്ചി സ്വന്തം ചോരയാണെന്ന് ഇപ്പോൾ അറിയില്ലല്ലോ. എന്നിട്ട് പോലും നിങ്ങൾക്ക് ചേച്ചിയുടെ സ്നേഹമല്ലേ? അതിൻ്റെ കാരണം എന്താ? ചേച്ചിയുടെ സ്വഭാവം, നമ്മളോടുള്ള കെയറിങ്, ആ ഒരു നിഷ്കളങ്കത, അതുകൊണ്ടല്ലേ ചേച്ചി നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കാണ്. ബബി പറയാണ്, അതൊക്കെ ശരിയാ, പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് മണക്കുന്നുണ്ട്. സത്യം പറടി, നിനക്കറിയാം എല്ലാ സത്യങ്ങളും. നീ മൂടി മറിച്ച് വെച്ചിരിക്ക. നിന്നോട് അച്ഛൻ ആദ്യം പറഞ്ഞല്ലേ അച്ഛൻ്റെ മകളല്ലെന്നുള്ള കാര്യമൊക്കെ, പക്ഷെ നീ അതെല്ലാം ഞങ്ങളോട് മറച്ചു വെച്ചു. ശരിക്കും സത്യം പറ, ആരാ അച്ഛൻ്റെ ശരിക്കുള്ള മകളാണോ അതോ അലിന ചേച്ചി ആരാ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയാണ്, ദേ രാവിലെ ഞാൻ രോഹിയോട് പറഞ്ഞതേ ഉള്ളൂ, അച്ഛൻ എനിക്ക് വാക്ക് തന്നതാ ആരോടും പറയരുതെന്നും പറഞ്ഞ്. ഇന്നേ വരെ അതെൻ്റെ വായിന്ന് പുറത്തേക്ക് പോയിട്ടും ഇല്ല. അതങ്ങനെ എൻ്റെ വായിന്ന് വരുമെന്ന് നിങ്ങൾ വിചാരിക്കാൻ വേണ്ട. രോഹി പറയുന്നുണ്ട്, അതല്ല കൃഷ്ണനെ, നീ പറ, അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിന്നെപ്പോലെ തന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മക്കളല്ലേ ഞങ്ങൾ രണ്ടുപേരും, അപ്പോൾ ഞങ്ങളും അറിയാനുള്ള അവകാശമില്ലേ? കൃഷ്ണ പറയുന്നുണ്ട്, അവകാശമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അച്ഛൻ സമ്മതിക്കാതെ ഞാൻ എങ്ങനെ പറയാം രോഹിയേട്ടാ? അച്ഛൻ സമ്മതിച്ചാലേ ഞാൻ പറയാം. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ടെ അച്ഛനോട് എങ്ങനെയെങ്കിലും സോപ്പിട്ട് ഒന്ന് ചോദിച്ചു നോക്ക്. അലിന ചേച്ചി ആരാണ്, എവിടുന്നാ വന്നേ, എങ്ങനെ ചേച്ചിയുടെ ചരിത്രം എന്നൊക്കെ ചോദിച്ചു നോക്ക്. രോഹി പറയാണ്, ചേച്ചിക്കറിയാം ചേച്ചി അച്ഛനമ്മയൊക്കെ ആരാന്ന്, പക്ഷേ എന്നിട്ടും ചേച്ചി ഒന്നും വിട്ട് പറയുന്നില്ലായിരുന്നു. എന്താ കാര്യമൊന്നും അറിയില്ല. ബബി പറയാണ്, അത് മാത്രമല്ല അച്ഛൻ അന്വേഷിച്ച് ഇത്രയും ദൂരം പോയി അയാളുടെ വീട്ടിൽ തന്നെ എന്തിനാ ചേച്ചിയെ കൊണ്ട് നിർത്തിയത്? അയാളുമായിട്ട് ചേച്ചിക്ക് എന്താ ബന്ധം? ഞാൻ ചോദിച്ചപ്പോൾ പറയാം, അവക്ക് ഈ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അതാണെന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഒരു എസ്റ്റേറ്റിന് നടുവിൽ ഒരു എസ്റ്റേറ്റ് ഹോം അത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്. അവിടെ കുറേ പട്ടികളും അയാളും വേലക്കാരനും മാത്രമേ ഉള്ളൂ. അങ്ങോട്ടേക്ക് ചേച്ചിയെ കൊണ്ടാക്കാൻ അച്ഛൻ എങ്ങനെ മനസ്സ് വന്നെന്ന് ഞാൻ ചോദിച്ചതാ. അപ്പോൾ അച്ഛൻ പറയാം ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണെന്ന്. അതെങ്ങനെ ശരിയാവും ഏട്ടാ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് രോഹിയോട് പറയുമ്പം രോഹി പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. ചേച്ചിക്ക് ദോഷം വരുന്നൊന്നും അച്ഛൻ ചെയ്യില്ലെന്ന് നമുക്കറിയാലോ. അപ്പം അതിന് പിന്നിൽ എന്തോ കൃത്യമായൊരു കാരണമുണ്ട്. കൃഷ്ണയൊന്നും കേട്ട് മിണ്ടാതിരിക്കുകയാണേ. കൃഷ്ണയോട് ബബി ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്ക് അഭിപ്രായമൊന്നും ഇല്ലേ? അല്ല ഇതിലിപ്പോൾ ഞാനെന്താ അഭിപ്രായം പറയാനാ? അപ്പോൾ ഇതിൽ നിനക്ക് എന്തൊക്കെയോ അറിയാമല്ലേ? സത്യം പറഞ്ഞി, എന്താണ് നിനക്ക് അറിയാവുന്നേ? അയ്യോ എനിക്കിതിനകത്തൊന്നും അറിയില്ല. അല്ല ചേച്ചിനെ കൊണ്ട് പോയത് അച്ഛനല്ലേ? അച്ഛൻ പോയി എവിടെയൊക്കെ അന്വേഷിച്ചു, പിന്നെ ചേച്ചിയെ കൊണ്ട് പോയി അവിടെ കൊണ്ട് ഏൽപ്പിച്ചു വന്നു. അതുമാത്രമേ എനിക്കറിയുള്ളൂ. എന്നും വൈകുന്നേരം ഞാൻ വിളിക്കും, ചേച്ചിയോട് വിശേഷങ്ങളെല്ലാം ചോദിക്കും, ചേച്ചി വിശേഷങ്ങളെല്ലാം പറയും, അത്രമാത്രം. അതല്ലാതെ ചേച്ചിയോട് ഞാൻ വേറെ ഒന്നും ചോദിക്കാറില്ല. അയാൾ എങ്ങനെയുണ്ട്, ചേച്ചിനെ ഉപദ്രവിക്കോ അങ്ങനെ മറ്റോ? അയാൾ ഒരിക്കലും ചേച്ചി ഉപദ്രവിക്കില്ല. എന്താ കൃഷ്ണേ നീ അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഈ കേസിലും നിനക്ക് എന്തൊക്കെയോ അറിയാല്ലേ? അയ്യോ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. അല്ല ചേച്ചി അത് ആരാന്ന് പോലും എനിക്കറിയില്ല. ആ മതി നിന്റെ കള്ളത്തിലൊക്കെ നിന്റെ കൈ വെച്ചാൽ മതി. സത്യം പറടി, ആരടി അയാള് എന്ന് ചോദിക്കുകയാണ്. ചേച്ചി സത്യമായിട്ട് എനിക്കറിയില്ല, നിങ്ങൾ അച്ഛനോട് ചോദിക്ക് എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് പെട്ടെന്ന് മുറിക്കറി വാതിലടയ്ക്കാണ്. അപ്പോൾ രോഹി പറയുന്നുണ്ട്, ബബി നമ്മൾ അറിയാത്ത എന്തോ രഹസ്യം നടക്കുന്നുണ്ട്. കൃഷ്ണമോക്ക് ഇതെല്ലാം അറിയാം, അച്ഛനും അറിയാം, അവളൊന്നും പറയാതിരിക്കുന്നത് തന്നെയാ.
അല്ല ചേച്ചിയും ആ പോയ വീട്ടിലെ ആളുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അല്ലാതെ അത്രയും ദൂരം ആ കാടിനുള്ളില് അച്ഛൻ കൊണ്ട് ചേച്ചിനോട് ഏൽപ്പിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്നില്ലെങ്കിൽ ചേച്ചി ഒരു പെൺകുട്ടിയല്ലേ, ഒരിക്കലും അച്ഛൻ അങ്ങനെ ചെയ്യില്ല. കൃഷ്ണൻ പറഞ്ഞത് കേട്ടില്ലേ? അയാളുടെ അടുത്തുനിന്ന് ചേച്ചിക്ക് ഒരിക്കലും ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അയാൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ്. അതിനർത്ഥം എന്താ? അപ്പോ അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നല്ലേ? അപ്പൊ ഇതെല്ലാം കൃഷ്ണമേക്കും അറിയാം, അച്ഛനും അറിയാം, അല്ല ചേച്ചിക്ക് അറിയാം. നമ്മളെ രണ്ടുപേരും മാത്രം എല്ലാരും പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കാം. മബി പറയുന്നുണ്ട്, അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ നമ്മളെ പൊട്ടന്മാരാക്കണ്ട. എനിക്കറിയണം എന്താ ശരിക്കും ഇവിടെ നടക്കുന്നതെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലാണ് ബബിയും രോഹിയും കൂടി. ആ എന്താ രണ്ടുപേരും കൂടി ഇങ്ങോട്ട്? അച്ഛാ, ഞങ്ങൾക്കൊരു സത്യം അറിയണം. സത്യോ? ഇനി എന്ത് സത്യം അറിയാനാ? ഒരു സത്യം അറിഞ്ഞാണ് ഈ രീതിക്കൊക്കെ ആയിപ്പോയത്. അച്ഛാ അതല്ല, അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പറയാമെന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അല്ല ചേച്ചി എന്തിനാ ചേച്ചി അച്ഛൻ അവിടെ കൊണ്ടാക്കിയത്? ഒരു കാടിന് നടുക്ക് വേറെ ആരുമില്ലാത്ത ഒരു ഗസ്റ്റ് ഹൗസ്. അവിടെ അയാളും അയാളുടെ വേലക്കാരനും കുറെ പട്ടികളും മാത്രം. അതിനകത്ത് അച്ഛൻ എന്തിനാ കൊണ്ടുപോയി ചേച്ചിയെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് വന്നത്? ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. ചേച്ചിക്ക് സുരക്ഷിതമുള്ളൊരു സ്ഥലത്തേക്ക് അച്ഛൻ കൊണ്ടുപോയില്ലെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ എങ്കിലും എനിക്കറിയണം, ചേച്ചിനെന്തിനാ അവിടെ കൊണ്ട് തന്നെ ആക്കിയത്? ഗോവർദ്ധനങ്ങളും അച്ഛനും കൂടി ഒരു യാത്ര പോയെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതും ഇയാളെ അന്വേഷിച്ചല്ലായിരുന്നോ? എന്തിനാ അയാളെ അന്വേഷിച്ച് അയാളുടെ വീട്ടിലേക്ക് തന്നെ ആക്കിയത് ചേച്ചീനെ? ചേച്ചി വേറെ എങ്ങോട്ടെങ്കിലും അച്ഛനെ നീക്കായിരുന്നല്ലോ എന്ന് ബബി ചോദിക്കാണ്. കൃഷ്ണമോളും എന്ത് ചോദിച്ചാലും ഉരുണ്ട് കളിച്ചോണ്ടിരിക്കാം. അച്ഛൻ്റെ മകളാണെന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ. പക്ഷെ അവൾ ഞങ്ങളൊന്നും പറഞ്ഞില്ല, എല്ലാം മറച്ചു വെക്കായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ അച്ഛനും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ എന്താ അറിയണ്ടേ? ഞങ്ങൾക്ക് അറിയണം. അല്ല ചേച്ചി, അവൾ അത്രയും കെയർഫുൾ ആണെന്ന് ഞങ്ങൾക്ക് തോന്നില്ല, സുരക്ഷിതയാണെന്ന് ഞങ്ങൾക്ക് തോന്നില്ല. അച്ഛനോടൊപ്പം മാത്രം പോരല്ലോ, അതാരാണെന്ന് ഞങ്ങൾക്ക് അറിയണം. ചേച്ചിയുടെ ആരാണെന്ന് അറിഞ്ഞാലേ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, ചേച്ചി ആരാണെന്നും ഞങ്ങൾക്ക് അറിയണം എന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്കിത് കൃഷ്ണനോട് ചോദിക്കാൻ വല്ലായിരുന്നോ? അവളോട് ചോദിച്ചപ്പോൾ അവൾ പറയുവാ അച്ഛന് വാക്ക് കൊടുത്തു, അച്ഛനോട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് അച്ഛനോട് ചോദിച്ചോളാൻ പറഞ്ഞിട്ട് അവൾ ഡോർ അടച്ചു. അച്ഛാ, ഞാനും രോഹിയിട്ട് മാത്രം ഇവിടെ വെറും പൊട്ടന്മാരെപ്പോൾ നടക്കാം. ബാക്കി എല്ലാവർക്കും എല്ലാം അറിയാം. ഞങ്ങളുടെ അച്ഛൻ എന്തിനാ മറച്ചു വെക്കുന്നേ എന്ന് ചോദിക്കുമ്പം ഞാൻ ആരോടും മറച്ചു വെച്ചൊന്നുമില്ല, സത്യങ്ങൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത് തന്നെയല്ലേ അച്ഛാ മറച്ചു വെക്കാന്ന് പറയുന്നത്? ഞങ്ങൾക്ക് അറിയണം അച്ഛാ. അല്ല ചേച്ചി എങ്ങോട്ടേക്കാ പോയെന്ന് ഞങ്ങൾക്ക് അറിയണം. അത് മാത്രമല്ല, ചേച്ചിയും അച്ഛനായിട്ടുള്ള ബന്ധം എന്താ? ചേച്ചി ഇപ്പോൾ പോയേക്കുന്ന ആളുമായിട്ടുള്ള ബന്ധം എന്താ? ചേച്ചിയുടെ അമ്മയച്ഛനൊക്കെ ആരാണെന്ന് ചേച്ചിക്ക് അറിയാമെന്ന് ചേച്ചി അച്ഛനോട് പറയുന്നത് കേട്ടു. അപ്പോൾ ചേച്ചിക്ക് അറിയാമല്ലോ അവരാരൊക്കെയാന്നൊക്കെ. പക്ഷെ അവർക്ക് ചേച്ചി അറിയില്ലെന്നും പറഞ്ഞു. ഞങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ അറിയണം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടൊക്കെ മാത്രമേ ഉള്ളൂ ഒന്നും അറിയാത്ത പൊട്ടന്മാരെ പോലെ നിൽക്കുന്നത്. അപ്പോൾ ബാലൻ പറയാണ്, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. അവൾ പോയേക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണെന്ന് പറഞ്ഞല്ലോ, അത് ശരിയാ, ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയാ. അത് വേറെ ആരുമല്ല, അത് അവളുടെ സ്വന്തം അച്ഛനാ. ഞാൻ അവളുടെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനാ. പക്ഷേ അവൾക്ക് ജന്മം കൊടുത്ത അവളുടെ സ്വന്തം അച്ഛനടുത്തേക്കാണ് അവളിപ്പോൾ പോയിരിക്കുന്നത് പറയുമ്പം രണ്ടുപേരും ഞെട്ടിപ്പോവാണ്. സ്വന്തം അച്ഛനോ? അപ്പോൾ ശരിക്കും അച്ഛൻ്റെ മകളല്ല അല്ലേ? അല്ല, എനിക്ക് പിറന്ന കുഞ്ഞല്ല അലീന. എനിക്ക് പിറക്കാതെ പോയ എൻ്റെ മഹാഭാഗ്യമാണ്. പക്ഷേ അത് കിട്ടിയത് ഒരു ഭാഗ്യവാനാ. സ്റ്റാൻലി ജോസഫ്, അതാ അയാളുടെ പേര് എന്ന് പറയുമ്പം സ്റ്റാൻലിയോ എന്ന് ചോദിക്കുകയാണ് അവര്. അതെ, സ്റ്റാൻലി ജോസഫ്. പണ്ട് പട്ടാളത്തിലായിരുന്നു അയാൾ. അതിനുശേഷം കേരളൊക്കെ ആയിട്ടാണ് അവിടുന്ന് പിരിഞ്ഞു പോയത്. വലിയ പുള്ളിയാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഗോവർദ്ധനങ്ങളോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും അയാൾ ആരാണെന്ന്. പക്ഷെ ഇപ്പം അയാളൊരു ആൽക്കഹോളിക്കാ. ഏതു നേരം ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ. അയാൾക്ക് ഏക ആശ്രയം അത് മാത്രമാണ്. ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്. അല്ലച്ചാ, അപ്പോൾ ഇയാളുടെ കാര്യം ചോദിക്കട്ടെ, ചേച്ചിയുടെ അച്ഛനാണ് അയാളെന്നുണ്ടെങ്കിൽ അയാൾക്കറിയില്ലേ അത് ചേച്ചി അച്ഛൻ്റെ മകനാണ്, അയാളുടെ മകളാണെന്നുള്ള കാര്യം? അയാൾക്ക് അങ്ങനെ ഒരു മകളുള്ള കാര്യം പോലും അയാൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം അറിയാം. ഞാൻ പോയി മനസ്സിലാക്കി കൊടുത്തു അത് സ്വന്തം ചോരയാണെന്ന്. അതെന്താ അയാൾക്ക് അറിയാതിരുന്നത്? അതൊക്കെ വലിയ കഥകളാ. അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ പറഞ്ഞാലേ അതൊന്നും ശരിയാവില്ല. എന്താച്ചാ കാര്യം പറയച്ചാ എന്നിവർ പറയാൻ കേട്ടോ. അച്ഛാ പ്ലീസ് അച്ഛാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ ഒരു ജോലിയില്ല, ഞങ്ങളെ കഥ കേട്ടോളാം. അച്ഛൻ പറ, ശരിക്കും ചേച്ചി ആരാ?
അയാളോട്ടിൽ എങ്ങനെയാ ബന്ധമുണ്ടായത്? അയാൾ എങ്ങനെയാ ചേച്ചി അച്ഛനായത്? പിന്നെ ഇപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവർക്കാർക്കും അറിയില്ല ഈ റിലേഷൻ. പിന്നെ ചേച്ചി ഇങ്ങനെ മോൾ ഉണ്ടെന്ന് പോലും അറിയില്ല അച്ഛൻ പറഞ്ഞല്ലോ. അതെന്തൊക്കെയാ സംഭവം ഒന്ന് പറയച്ചാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലൻ അവിടെ നിന്ന് എഴുന്നിട്ട് നിൽക്കുകയാണ്. ആകെപ്പാടെ ഡിസ്റ്റർബാണ് കേട്ടോ ബാലൻ. അങ്ങനെ ബാലേന്ദ്രൻ രോഹിയോടും അതുപോലെ തന്നെ ബബിയോടുമായിട്ട് പറയുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പാ, 10-23 വർഷങ്ങൾക്ക് മുമ്പ് ഈ സമയത്ത് സ്റ്റാൻലി ജോസഫും അവിടെ ഉണ്ടായിരുന്ന അയാളുടെ സഹപ്രവർത്തനായ ഒരാളുടെ പെങ്ങളുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായി. രണ്ടുപേരും കൂടി ലിവിങ് ടുഗദറിലായിരുന്നു. വിവാഹമൊന്നും കഴിക്കാതെ രണ്ടുപേരും അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഈ സമയത്ത് ആ പെണ്ണിന്റെ ആങ്ങളുണ്ടല്ലോ, അയാൾ അവിടുന്ന് ജോലി മാറിപ്പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ അറിയുന്നത് സ്വന്തം പെങ്ങള് ഗർഭിണിയാണെന്നും ഇയാളുടെ കൂടെ ജീവിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അതേസമയത്ത് തന്നെ ഈ സ്റ്റാൻലി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഇവളെ ഉപേക്ഷിച്ച് അവിടുന്ന് കടന്നു കളഞ്ഞു. അവരൊക്കെ കുറെ അന്വേഷിച്ചെങ്കിലും അയാളെ കിട്ടിയില്ല. നിറമാസം ഗർഭിണിയായ ആ പെങ്ങളെ കൊണ്ട് ഈ ആംഗ്ലമാരും അച്ഛനും എല്ലാവരും കൂടി അവർ തറവാട്ടി വന്നു. നാട്ടുകാരെയോ കുടുംബക്കാരെയോ ഒന്നും അറിയിക്കാതെ ഈ പെണ്ണിനെ പ്രസവം നടത്തി. എന്നിട്ട് ആ കുടുംബക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കണേ. സ്വന്തം പെങ്ങളും സ്വന്തം മകളിങ്ങനെ പിഴച്ചിട്ടെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി മരിച്ചു പോയെന്നാ അവരെല്ലാം കൂടി കള്ളത്തരം പറഞ്ഞത്. ആ കുട്ടിയാ നമ്മൾ അലീന. അങ്ങനെ അവളെ കൊണ്ടുപോയി ആ ഓർഫനേജിലാക്കായിരുന്നു. പക്ഷേ അവളുടെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല അവൾ അങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ച കുട്ടി ഇപ്പോഴും ജീവനുണ്ടെന്ന്. അത് മരിച്ചു പോയെന്നാ അവളുടെ അമ്മ കരുതിയിരിക്കുന്നത്. അയ്യോ കഷ്ടം. ആ ചേച്ചിയുടെ കാര്യം പാവം ഉണ്ടല്ലേ. എന്ത് പാവം. അവളിപ്പോളെ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് മക്കളോട് ജീവിക്കാം. അവളുടെ ഭർത്താവിനോട് ഇതൊന്നും പറയാതെയാ കല്യാണം കഴിച്ചത്. എങ്കിലും ആ കാമുകൻ ചതിച്ചിട്ട് പോയതുകൊണ്ടല്ലേ അച്ഛാ. അയാൾ ചതിക്കുമെന്ന് അവർ കരുതിയില്ലല്ലോ. സ്വന്തം കുഞ്ഞ് മരിച്ചു പോയെന്നല്ലേ കുടുംബക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ സ്വന്തം കുഞ്ഞ് ജീവനുണ്ടെന്ന് അറിഞ്ഞാല് ആ അമ്മ വേറെ വിവാഹം കഴിക്കില്ലായിരുന്നല്ലോ. ആ കുട്ടിയെ ചേർത്ത് പിടിക്കില്ലായിരുന്നോ? അല്ല ചേച്ചിക്ക് അമ്മ അച്ഛനും ആയനെ. എന്നിട്ട് പിന്നെ എന്തിനാച്ചാ അത്ര ദുഷ്ടനായ ആ സ്റ്റാൻലിയുടെ അടുത്തേക്ക് തന്നെ ചേച്ചിയെ വീണ്ടും കൊണ്ടുപോയത്? അയാള് ചേച്ചിയെയും അമ്മേനെ വേണ്ടാഞ്ഞിട്ടല്ലേ അവിടുന്ന് ഉപേക്ഷിച്ച് പോയത്? പിന്നെ എന്തുകൊണ്ടാ അങ്ങോട്ട് തന്നെ ആക്കിയത് എന്ന് ചോദിക്കുമ്പം ബാലൻ പറയാണ്, ഇത് ഈ സൈഡിൽ നിന്നുള്ള കഥയല്ലേ, അപ്പുറേ സൈഡിൽ നിന്ന് വേറൊരു കഥ കൂടിയുണ്ട്. ഈ സ്റ്റാൻലി എന്ന് പോയത് ഇവരുടെ വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള പേപ്പേഴ്സൊക്കെ റെഡിയാക്കാനാ. അങ്ങനെ ഒന്ന് പോകുന്ന വഴിക്ക് ഇയാൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. 6 മാസത്തോളം ഇയാളെ കോമയിലായിരുന്നു. ആ ഒരു സമയം കൊണ്ടാ ഇവളുടെ പ്രസവം, ഈ മറ്റേ പെണ്ണിന്റെ പ്രസവം നടന്നതും അവളുടെ 2ാം വിവാഹം നടന്നതെല്ലാം. ഇയാളെ ഓർമ്മയൊക്കെ തിരിച്ചെടുത്ത് സ്വന്തം ഭാര്യനെയും കുഞ്ഞിനെ അന്വേഷിച്ചപ്പോഴേക്കും അവളുടെ 2ാം വിവാഹം കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാ അയാൾ പോയത് എന്ന് പറയുന്നുണ്ട്. ഇത് വല്ലാത്തൊരു ചെയ്തായി പോയല്ലോ. കഷ്ടമുണ്ടല്ലെങ്കിലും 2 കഷ്ടമൊന്നും രണ്ടുപേരും അറിഞ്ഞില്ല ചതിക്കപ്പെട്ടതാണെന്ന്. ഇങ്ങനൊരു മകളുള്ളതും രണ്ടുപേരും അറിഞ്ഞില്ലല്ലേ അച്ഛാ? ഇല്ല, സ്റ്റാൻലിക്കും അറിയില്ലായിരുന്നു, മറ്റേ സ്ത്രീക്കും അറിയില്ലായിരുന്നു ഇങ്ങനൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം. സ്റ്റാൻലി ഇപ്പൊ മനസ്സിലാക്കി. പക്ഷേ ആ സ്ത്രീ ഉണ്ടല്ലോ, അവരിതുവരെ മനസ്സിലാക്കിയിട്ടില്ല താൻ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല, അവൾ ജീവനുണ്ടെന്നുള്ള കാര്യം. അയ്യോ, അത് വലിയ കഷ്ടമായി പോയല്ലോ അച്ഛാ. പിന്നെ എന്തിനാ പറയാതിരിക്കുന്നേ? ആ സ്ത്രീയോട് പറഞ്ഞൂടെ അവർ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയിട്ടില്ലെന്ന്? അതറിയുമ്പം അവർക്ക് ഒത്തിരി സന്തോഷമാവില്ലേ? അവർ ചേർത്ത് പിടിക്കില്ല ആ കുഞ്ഞിനെ എന്ന് ചോദിക്കുമ്പം ബാലൻ ബബിതയുടെ രോഹിത്തിന്റെ മുഖത്തേക്ക് ഇന്ന് നോക്കാണ്. ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല സ്റ്റാൻലിയുടെ പ്രതികരണം എന്തായിരുന്നു സ്വന്തം മകളാന്ന് പറഞ്ഞപ്പോ? അയാൾ ആദ്യം ഒന്ന് ഞെട്ടി. കാരണം ഇങ്ങനൊരു കുട്ടിയുണ്ടെന്ന് പോലും അയാൾക്ക് അറിയില്ലല്ലോ. 23 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ക്ലോസ് ചെയ്ത ചാപ്റ്റർ ആയിരുന്നു അത്. അത് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ തന്നെ ചില്ലുമെന്ന് ഒരിക്കലും അയാൾ കരുതിയിട്ടില്ല. താൻ സ്നേഹിച്ച പെണ്ണ്, അവളുടെ ഉദയത്തിൽ ജീവിക്കുന്ന തന്നെ മകൾ, അതെല്ലാം ഒരു ഓർമ്മ മാത്രമായിട്ട് അയാൾ മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നു. എന്നിട്ട് അയാൾ ചേച്ചിയെ കണ്ടപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? അയാൾ ചേച്ചി സ്വീകരിച്ചോ? സ്വന്തം മകളെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നോ അതോ ദേഷ്യമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലൻ പറയാണ്, അയാൾക്ക് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലായിരുന്നു. 23 വർഷമായിട്ട് അങ്ങനെ ഒരു മകളുണ്ടെന്ന് പോലും അയാൾക്ക് അറിയില്ലായിരുന്നല്ലോ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്രയും വലിയൊരു മോള് വന്നിട്ട് താൻ മകളാന്ന് പറയുമ്പം അയാൾക്ക് എങ്ങനെ ഉണ്ടാവും? അയാൾ ആകെപ്പാടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ അലീനയെ കണ്ടപ്പോൾ അയാളുടെ പിടിവിട്ടു പോയി. കാരണം അയാളുടെ മരിച്ചുപോയ അമ്മയുടെ ഏകദേശം മുഖഛായായിരുന്നു അലീനയ്ക്ക്. അതും പറഞ്ഞ് അയാളുടെ കണ്ണം നിറഞ്ഞത് ഞാൻ കണ്ടിരുന്നു എന്ന് പറയാണ് കേട്ടോ. അതിനുശേഷം അലീനയാണെങ്കിൽ ബബിതയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അല്ലച്ചാ അപ്പോൾ ഈ അലീനയുടെ അമ്മ ആരാ? ചേച്ചിയുടെ അമ്മ ആരാന്ന് അപ്പം അച്ഛൻ അറിയോ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല എനിക്കത് അറിയില്ല. കഷ്ടമായിപ്പോയി. അതാരാണെന്ന് നമുക്കത് അന്വേഷിച്ചാലോ രോഹിയേട്ടാ? അല്ല
അയലിന ചേച്ചിക്ക് അതറിയാലോ, എങ്കിൽ പിന്നെ ചേച്ചിക്ക് അത് നേരിട്ട് പോയി പറഞ്ഞൂടെ അച്ഛാ എന്ന് പറയുമ്പം ബാലൻ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഭർത്താവിനോട് എല്ലാം മറച്ചു വെച്ച് താനൊന്ന് പ്രസവിച്ചതാണെന്ന് പോലും മറച്ചു വെച്ചിട്ടാ അവളെ വേറെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇപ്പം മക്കളുമൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കല്ലേ. അപ്പം പഴയതുപോലത്തെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? അലീന പറഞ്ഞാൽ ആ കുടുംബം തകരില്ലേ എന്ന് പറയുമ്പം ബബിത പറയാണ്, അത് ശരിയാണല്ലോ, എങ്കിലും കഷ്ടമായിപ്പോയി. ഇങ്ങനൊരു ട്രാജഡി സ്റ്റോറി ചേച്ചിയുടെ പിന്നിലുണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയില്ല അല്ലേച്ചാ എന്ന് പറയുമ്പം ശരിയാ, എല്ലാവരുടെ പിന്നിലുമുണ്ട് ഇതുപോലെ ട്രാജഡി സ്റ്റോറി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ചേച്ചി സ്വന്തം അച്ഛൻ്റെ അടുത്താണല്ലോ, അതുകൊണ്ട് തന്നെ വലിയൊരു സമാധാനം. രോഹിയേട്ടാ, നമുക്കിടയ്ക്ക് ചേച്ചിയെ കാണാൻ പോണം. അത് മാത്രമല്ല അച്ഛാ, എന്ന് ചേച്ചിയെ അവിടെ തന്നെ നിർത്തിയേക്കാനാണോ അച്ഛൻ ഉദ്ദേശം? അയാൾക്ക് വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പം പിന്നെ അത് വലിയൊരു വിഷയമാവില്ലേ? അതുകൊണ്ട് നമുക്ക് ചേച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിന് നിന്റെ തള്ള സമ്മതിക്കണ്ടേ എന്ന് പറയുമ്പം സാറില്ലച്ചാ, നമുക്ക് എങ്ങനെയെങ്കിലും ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരണം. ചേച്ചിയിലാഞ്ഞിട്ട് ആകെപ്പാടെ വല്ലാത്തൊരു മനപ്രയാസം എന്ന് ബബിത പറയുന്നുണ്ട്. രോഹി പറയാണ്, പാവം ചേച്ചി, ഇത്രയൊരു ട്രാജഡി സ്റ്റോറി ഉണ്ടെന്ന് ഒരിക്കലും അറിഞ്ഞില്ല. അലച്ച, ഈ അമ്മ ആരാണെന്ന് ഒന്ന് പറയുമോ ഞങ്ങളോട്? അത് പിന്നെ എനിക്കും ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല, ഇത്രയൊക്കെ എനിക്കും അറിയുള്ളൂ. അല്ല, അച്ഛൻ എന്തൊക്കെയോ അറിയാം, എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. കൃഷ്ണമോക്കും അറിയാം, പക്ഷെ അത് മാത്രം പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലൻ പറയാണ്, ഞാൻ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. അവൾക്ക് പോകണമെന്ന് പറഞ്ഞു. അവൾ ഏറ്റവും സേഫായിട്ടുള്ള അവളുടെ അച്ഛനടുത്ത് ഞാൻ കൊണ്ടാക്കി. അവളുടെ അമ്മയുടെ അടുത്ത് പോവോ അവളുടെ അച്ഛനടുത്ത് പോവോ അതൊക്കെ അവളുടെ ഇഷ്ടമാണ്, എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്താ അച്ഛാ അങ്ങനെ പറയുന്നേ? ചേച്ചിയുടെ അച്ഛന് ഇപ്പോഴും ദേഷ്യ? നമ്മുടെ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയല്ലേ ചേച്ചി പോയത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് രോഹിത്തും ബബിതയും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സമയം ബാലേന്ദ്രൻ ഓരോന്നിങ്ങനെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുകയാണ് കേട്ടോ. അലീനയുടെ കാര്യവും വൈജയുടെയും അയാളുടെ കാര്യങ്ങളും എല്ലാം ഓർത്തുകൊണ്ട് ആകപ്പാടെ വിഷമിച്ച് നിൽക്കാണ്. ഇതേ സമയം ബബിയും രോഹിയും കൂടി നേരെ പോണത് വൈജയുടെ മുറിയിലേക്കാണ് കേട്ടോ. അലീനെ പറഞ്ഞു വിട്ടോടെ വൈജ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കമ്പനിയിലെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ലാപ്ടോപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് ബബി രോഹിയും കൂടെ വന്ന് ഡോറിന് മുട്ടുകയാണേ. അപ്പോഴേക്കും വൈജ കയറി വാന്ന് പറയുന്നുണ്ട്. അകത്തേക്ക് കയറി ചെല്ലുമ്പം എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അമ്മയുടെ ഒരാൾ ഉള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നുകൂടിയില്ല. ഏത് നേരം ഈ മുറിക്കകത്ത് തന്നെ അടച്ചിരിപ്പല്ലേ, ഒന്ന് അങ്ങോട്ടേക്ക് വരുമോ, ഞങ്ങളോട് സംസാരിക്കോ, എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പം ഞാനിവിടെ ജോലി ചെയ്യുന്നത് കണ്ടില്ലേ, പിന്നെ നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ആൾക്ക് എന്നെ കണ്ണിനെ കണ്ടുകൂടല്ലോ. അവൾ പോയി കഴിഞ്ഞും ഇപ്പോഴും മനസ്സറിയേ അവൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ മുറി തന്നെ ഇരുന്നോളാം, അതായിരിക്കും അയാൾക്കും നിങ്ങൾക്കും എനിക്കും നല്ലത് എന്ന് പറയാണ്. അമ്മ ഒരാൾക്ക് വേണ്ടിയാ അലീന ചേച്ചി ഇവിടുന്ന് പോയത്, നമ്മളെല്ലാം സന്തോഷമായിട്ട് ജീവിക്കാൻ, എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കാനായിട്ട്. എന്നിട്ട് അമ്മ ഇങ്ങനത്തെ പണി കാണിച്ചാലോ? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ വാശി പിടിക്കുന്നേ? ചേച്ചി പോയില്ലേ, ഇനിയിപ്പോൾ സന്തോഷമായിട്ട് ഞങ്ങളോട് ജീവിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പം അതിന് എനിക്ക് ആഗ്രഹമായിട്ടൊന്നല്ലല്ലോ, നിങ്ങളുടെ അച്ഛനല്ലേ കാരണക്കാരൻ, അയാൾക്ക് ഇപ്പോഴുള്ള മറക്കാനായിട്ടില്ല, അതാ കാരണം. അമ്മേ അനാവശ്യം പറയരുത് കേട്ടോ അലീന ചേച്ചിയെക്കുറിച്ച്. പാവം ചേച്ചി, ചേച്ചിയുടെ ട്രാജഡി സ്റ്റോറി അറിഞ്ഞപ്പോഴേ ഞങ്ങൾക്കൂടെ കരച്ചിൽ വന്നു പോയി എന്ന് പറയുന്നുണ്ട്. അവൾക്ക് എന്താടി ഇത്രയ്ക്ക് ട്രാജഡി സ്റ്റോറി? അവൾ വന്നാലേ അവിടെ ഉള്ളവർക്ക് ട്രാജഡി സ്റ്റോറി, അല്ലാതെ ബാക്കി ആർക്കും അല്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജ് പറയുമ്പം അതൊന്നും അല്ല, ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് അമ്മയ്ക്ക് അറിയോ എന്നും പറഞ്ഞുകൊണ്ട് ബബി പറയുന്നുണ്ട്. 23 വർഷം മുമ്പ് ഈ അലിച്ചിച്ചയുടെ അച്ഛനും അമ്മയും അവരുടെ കമിതാക്കളായിരുന്നു. അവർ സ്നേഹിച്ചു വരുന്ന സമയത്ത് ഈ സ്ത്രീ ഗർഭിണിയായി. ആ പയ്യനാണല്ലോ ഇവരെ വിട്ടിട്ട് പോവുകയും ചെയ്തു. അവസാനം ആ സ്ത്രീക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു, അതാ അലിൻ ചേച്ചി. ആ സ്ത്രീയെ ആ കുഞ്ഞ് മരിച്ചെന്ന് കരുതിയിരിക്കുന്നത് കുടുംബക്കാരെല്ലാം അങ്ങനെ പറഞ്ഞേ. ചേച്ചി ജീവനുണ്ടെന്ന് ആ സ്ത്രീക്ക് അറിയില്ല. അത് മാത്രമല്ല, ആ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാള് ഇവരെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതുമല്ല. അയാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി 6 മാസത്തോളം കോമ സ്റ്റേജിലായ അയാൾ തിരിച്ചു വന്നപ്പോഴേക്കും ഈ സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ ഇപ്പൊ അല്ല ചേച്ചി സ്വന്തം അച്ഛനരികിലേക്ക് പോയിരിക്കുന്നേ. അവളെവിടെ പോയാ എനിക്കെന്താ കുഴപ്പം? നിങ്ങൾ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്? ഞങ്ങൾ പറഞ്ഞതാ, ചേച്ചി പാവമല്ലേ അമ്മേ, ചേച്ചിയുടെ സ്റ്റോറി തന്നെ കേട്ടില്ലേ? അമ്മയ്ക്കും അറിയില്ല ആ ചേച്ചി ജീവനോടുണ്ടെന്ന്. അച്ഛനാണെങ്കിലോ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ചേച്ചി എന്നൊരാള് ഈ ലോകത്ത് തന്നെ ഉണ്ടെന്നുള്ള കാര്യം. ആ ചേച്ചിക്കറിയാം അമ്മ ആരാണെന്ന്, പക്ഷെ അമ്മ ഇപ്പോ
ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് വേറൊരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുക. അവർ ലൈഫ് കുളവാക്കണ്ടെന്ന് കരുതിയ ചേച്ചിയൊന്നും പറയാത്തത് എന്ന് പറയുമ്പോൾ അവളുടെ സ്വഭാവത്തിന് അവൾ ആദ്യമേ കയറി ഇതെല്ലാം പറയേണ്ടതാണല്ലോ. പിന്നെ എന്ത് പറ്റി എന്ന് ചോദിക്കാണ്. അമ്മയുടെ പറയാൻ പോയാ ഞങ്ങളെ വേണം തല്ലാൻ എന്നും പറഞ്ഞുകൊണ്ട് അവരോട് നിറങ്ങുന്നുണ്ട്. വൈജ പറയാണ്, അല്ലെങ്കിലും ഇവക്കൊക്കെ ഇതുപോലൊരു സ്റ്റോറിയെ കാണുള്ളെന്ന് എനിക്കറിയായിരുന്നു. ഏതോ ഒരു തള്ള പിഴച്ചു പോയ കഥയൊക്കെ തന്നെ അവക്ക് കാണുള്ളെന്ന് എനിക്ക് പണ്ടേ ഉറപ്പായിരുന്നു. അവളുടെ തള്ളയുടെ സ്വഭാവം അത്ര നല്ലതായതുകൊണ്ടാ ആ കാമുകൻ ഇട്ടിട്ട് പോയി വേറെ കെട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് വൈജ കൊടുക്കുന്ന ഒച്ച വെക്കുമ്പോ ബബിത പറയാണ്, അമ്മയ്ക്ക് ഒരു മനസാക്ഷിയില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. അമ്മ ഒരു സ്ത്രീയല്ലേ, അമ്മയ്ക്ക് അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാനാവായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് ബബിത ഇവിടുന്ന് പോകുമ്പം ഒരു നിമിഷം വൈജ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. കാരണം തന്റെ പഴയ സ്റ്റോറി ആലോചിച്ച് നോക്കാണ്. ഇപ്പൊ ആ പറഞ്ഞ കഥയും തന്റെ കഥയുമായി നല്ല സാമ്യമുണ്ടല്ലോ. അതെ, തന്നെയും തന്റെ കാമുകൻ ചതിച്ചിട്ട് പോയതല്ലേ. അതുപോലെ തന്നെ തന്റെ മോളും തന്റെ കുഞ്ഞും താനൊന്ന് കാണുന്ന മുമ്പ് തന്നെ മരണപ്പെട്ടു പോയില്ലേ. അതെല്ലാം ഓർത്തുകൊണ്ട് ആകെപ്പാടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോവാണ് വൈജ. ഈ സമയം രോഹിയും ബബിതയും അവളുടെ മുറിയിലേക്ക് ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ബാലേന്ദ്രൻ മുകളിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബബി രോഹിയും കൂടി നേരെ ബാലേന്ദ്രന്റെ മുറിയിലേക്ക് ചെല്ലാണ്. കൃഷ്ണൻ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. എന്തായടാ, നിങ്ങൾ അമ്മയോട് പോയി അലിയുടെ കാര്യമൊക്കെ പറഞ്ഞത് കേട്ടല്ലോ. എന്നിട്ട് എന്തായിരുന്നു അവളുടെ മറുപടി? ഓ എന്റെ അച്ഛ, എന്ത് പറയാനാ, അമ്മ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ചേച്ചീനെ അമ്മ അംഗീകരിക്കില്ലെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പിന്നെ ഇമ്മാരൊരു ട്രാജിക് സ്റ്റോറിയാണ് ചേച്ചിക്കെന്ന് പറഞ്ഞാലെങ്കിലും കുറച്ചെങ്കിലും മയം വരുമെന്ന് കരുതി എവിടെന്ന്. എന്നിട്ട് പോലും ഒരു രക്ഷയില്ല. അമ്മ അപ്പോഴും നല്ല കലിപ്പില. എന്തൊക്കെയാണെങ്കിലും സ്വന്തം അച്ഛനെ കാണാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. അയാൾക്ക് നല്ല സ്നേഹമായിരിക്കും ചേച്ചിയോട്. അതൊന്നും അറിയില്ല. ആ അലീനെ വിളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വിളിച്ച് ചോദിച്ചു നോക്ക്, അപ്പം അറിയാം. നമുക്ക് എന്തായാലും ചേച്ചി ഒന്ന് കാണാനൊക്കെ പോണം. ഇടയ്ക്കിടയ്ക്ക് ഒറ്റപ്പെട്ടൊന്ന് ചേച്ചിക്ക് തോന്നലോ ഉണ്ടാകാൻ പാടില്ല. നമ്മളൊക്കെ ചേച്ചിനെ ഉപേക്ഷിച്ചു മറന്നുപോയി എന്നൊന്നും കരുതാൻ പാടില്ല ചേച്ചി. അതുകൊണ്ട് നമുക്ക് ചേച്ചിനെ ഇടയ്ക്കൊന്ന് കാണാൻ പോവാം. മണിവേട്ടൻ ആ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് രോഹിത് പറയാണ്. കൃഷ്ണമോള് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ മിണ്ടാതെ നിൽക്കുമ്പം ബബി ചോദിക്കാണ്, നീ എന്താടി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, എന്തോ ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളോട് എന്തോ മറച്ചു വെക്കുന്നുണ്ട്. സത്യം പറ, എന്താ കാര്യം? ആലിനയുടെ അച്ഛൻ ഇയാളാണെന്ന് മനസ്സിലായി. ആ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും അതറിയാം. പക്ഷേ അല്ലു ചേച്ചിക്കും അറിയാം. പക്ഷെ ആ സ്ത്രീക്ക് അറിയില്ല അത് മകളാണെന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ മറച്ചു വെക്കുന്നേ? ഞങ്ങളോട് പറഞ്ഞൂടെ? ഞങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പൊ എന്ത് സംഭവിക്കാനാ? ഒന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പം ബാലനെ നോക്കാണ് കൃഷ്ണ. എന്നിട്ട് കൃഷ്ണ തലകുണിച്ച് നിൽക്കുന്നുണ്ട്. രോഹി പറയുന്നുണ്ട്, ദേ കൃഷ്ണ മോളെ, എനിക്ക് മനസ്സിലായി നിനക്കറിയാന്നുള്ള കാര്യമൊക്കെ. അച്ഛാ, നിങ്ങൾ രണ്ടുപേരും കൂടി മറച്ചു വെക്കാണെന്ന് മനസ്സിലായി. സത്യം പറച്ച, ആരാ ശരിക്കും അന്വേഷിച്ച അമ്മ? ആ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് അറിയണം എന്ന് പറയുമ്പോ ബാലൻ പറയാണ്, അത് അറിയണ്ട, അത് നിങ്ങൾ അറിഞ്ഞോളം വലിയ നാണക്കേട് ഈ ലോകത്ത് വേറൊന്നും കാണില്ല. അത് മാത്രല്ല നിങ്ങൾക്കത് താങ്ങാനാവില്ല എന്ന് പറയുമ്പം ബബിത ചോദിക്കാണ്, എന്താച്ചാ അങ്ങനെ? അല്ല ചേച്ചിയുടെ അമ്മ ആരെന്ന് പറഞ്ഞാ ഞങ്ങൾക്കെന്തിനാ നാണക്കേട്? ഞങ്ങൾക്കെന്തിനാ അത് സഹിക്കാനാവാത്തതാവുന്നത്? അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? ചേച്ചിയുടെ അമ്മേനെ കണ്ടുപിടിച്ചാ എങ്ങനെയെങ്കിലും അവരെ കൺവിൻസ് ചെയ്ത് ചേച്ചിയെ കൂടി സ്നേഹിപ്പിക്കാമല്ലോ. നമുക്ക് ചേച്ചിക്ക് നല്ലൊരു ലൈഫ് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പം അതൊരിക്കലും നടക്കില്ല. ആ ലൈഫ് തട്ടി തെറിപ്പിച്ചിട്ടല്ലേ അവള് പോയത് എന്ന് ചോദിക്കുമ്പം അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് രോഹി പറയാണ്. ഒന്നുമില്ല, നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, എനിക്കിതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് പറയുമ്പോഴേക്കും ബബി രോഹിയും കൂടി വാതിക്കലേക്കൊന്ന് മറഞ്ഞു നിന്നിട്ട്, അച്ഛൻ അവിടെ നിന്നേ, ഞങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ രോഹിയേട്ടനും കുറച്ച് ദിവസം കൊണ്ട് ഇതിന് പിന്നാലെ നടക്കാം. ഇവക്കാണെങ്കിലോ എല്ലാം അറിയാം, പക്ഷെ ഇവളൊന്നും പറയില്ല. കാരണം ഇവൾ അച്ഛന്റെ ഓമന പുത്രിയല്ലേ, അച്ഛൻ വാക്ക് കൊടുത്തു പോലും. അതുകൊണ്ട് തന്നെ ഇവൾ ആരോടും ഒരു കാര്യം പറഞ്ഞിരിക്കാം. ഞങ്ങൾക്കിത് അറിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി കാര്യം പറയച്ചാ. ഞങ്ങളുടെ ചേച്ചിയുടെ അമ്മ ആരാ? ഞങ്ങൾക്കത് അറിയണം. അച്ഛന്റെ മകളല്ലെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. കാരണം ഞങ്ങളുടെ സ്വന്തം ചോരയാണെന്ന് കരുതി, സ്വന്തം ചേച്ചിയാണെന്ന് കരുതി ഞങ്ങൾ ഒത്തിരി സ്നേഹിച്ചതാ. പക്ഷെ അതല്ലെന്ന് പറഞ്ഞപ്പോ ആ സ്നേഹം കുറഞ്ഞില്ലെങ്കിലും മനസ്സിലാത്ത വല്ലാത്തൊരു വിഷമം. ഞങ്ങളുടെ ചേച്ചി ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഒത്തിരി കൊതിച്ചു പോയച്ചാ. അതുകൊണ്ടാ ചോദിക്കുന്നത്. അച്ഛൻ പറ, ചേച്ചിയുടെ അമ്മ ആരാ? ചേച്ചി നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? ചേച്ചിയുടെ അച്ഛൻ സംരക്ഷിക്കാനുള്ള കാരണം എന്താ? അച്ഛന്റെ ഫ്രണ്ട്സിന്റെ മക്കളോ ആണോ എന്നൊക്കെ ചോദിക്കാണ്.
അതോ അച്ഛൻ്റെ റിലേറ്റീവ്സിൻ്റെയോ അതോ അച്ഛൻ്റെ അറിയാവുന്ന ഏതെങ്കിലും സ്ത്രീയുടെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കൃഷ്ണൻ തലകുണിച്ചിട്ട് നിൽക്കായിരിക്കും. ബാലൻ പറയാണ് അതിനുള്ള മറുപടി ഇവള് പറയും. അപ്പോൾ കൃഷ്ണ ഇല്ലച്ച, എനിക്കതിന് സാധിക്കില്ല, അച്ഛൻ തന്നെ പറ, ഞാൻ പറയില്ല എന്ന് പറയുമ്പം ബാലൻ പറയാണ് അവള് വേറെ ആരുമല്ല, നിങ്ങളുടെ സ്വന്തം ചേച്ചി തന്നെയാ. രോഹി പറയാണ് ഇതെന്താച്ച കടങ്കഥ പോലെ ഉണ്ടല്ലോ, ഒരാളുടെ ചോദിക്കുമ്പം ചേച്ചിയാന്ന് പറയും, ഒരാളുടെ ചോദിക്കുമ്പം അച്ഛൻ്റെ മകളില്ലെന്ന് പറയും, വീണ്ടും ചോദിക്കുമ്പം സ്വന്തം ചേച്ചിയില്ലെന്ന് പറയും. എന്തായത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ കൃത്യമായിട്ടൊരു മറുപടി പറ, ശരിക്കും അച്ഛൻ്റെ മകളാണോ അല്ലയോ? അപ്പൊ ബാലൻ പറയുന്നുണ്ട് അല്ല, അവൾ എന്റെ ചോരയല്ല. പിന്നെങ്ങനെ അച്ഛാ അവൾ ഞങ്ങളുടെ ചോരയാവണത്? അപ്പോ പപ്പി ചോദിക്കാണ് അതെ, അതാ എനിക്കും മനസ്സിലാവാത്തത്. അച്ഛന്റെ മകളില്ലെന്ന് പറഞ്ഞു, പിന്നെ അല്ലിച്ച് എങ്ങനെ ഞങ്ങളുടെ കൂടപ്പിറപ്പാവുന്നത്? അപ്പോ ബാലൻ പറയാണ് അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛന് മാത്രമേ സ്വന്തം മക്കളുണ്ടാവുള്ളൂ, അമ്മയ്ക്കുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പം രോഹിയും ബബുദയും പരസ്പരം ഒന്നും മനസ്സിലാവാതെ മുഖത്തോടെ മുഖം നോക്കാണ്. അച്ഛൻ എന്താ പറഞ്ഞതിനർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല. അല്ല അല്ല ചേച്ചി, നിങ്ങളുടെ കൂടപ്പിറപ്പാന്ന് ഞാൻ പറഞ്ഞു, ഒരേ ചോരയാണെന്നും പറഞ്ഞു. നിങ്ങൾ 3 പേരും എന്റെ വൈദ്യര മക്കളല്ലേ, എന്റെ മകളല്ലെന്നും ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ആരുടെയാണെന്ന് വിദ്യാഭ്യാസമുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പം ഒരു ഞെട്ടലോടെ കൂടിയിട്ട് ബബിതയും രോഹിയും കൂടി പരസ്പരം മുഖത്തോടെ മുഖം നോക്കാണ്. അച്ഛൻ എന്താ പറഞ്ഞേ? അപ്പോ അല്ല ചേച്ചിയുടെ സ്വന്തം അമ്മ, ചേച്ചിയെ പ്രസവിച്ച അമ്മ ഞങ്ങളുടെ അമ്മയാണോ എന്ന് ചോദിക്കുമ്പം ഇത്രയൊന്നും ഞാൻ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാണ്. അച്ഛ എനിക്ക് മനസ്സിലാവുന്നില്ല, അച്ഛൻ ക്ലിയർ ആയിട്ട് പറ, ഞാൻ പറഞ്ഞു തന്നെയാണോ ശരി? ശരിക്കും അയന ചേച്ചി അമ്മയുടെ മകളാണോ, അമ്മ പ്രസവിച്ച മകളാണോ എന്ന് ചോദിക്കാണ്. ബാലൻ പറയാണ് ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. മുമ്പേ അലിയുടെ അമ്മ ആരാണെന്നുള്ള ഒരു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, അതാണ് അലിയുടെ അമ്മയെക്കുറിച്ചുള്ള പൂർവ്വ ചരിത്രം. പിന്നെ നിങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പാണ് അലീന, നിങ്ങളുടെയൊക്കെ ചോരയാ, അതിന് ഒരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ 3 പേരും ഇറക്കി വിട്ട് കഥവടയ്ക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ആ മുറിക്കകത്തിരുന്ന് വല്ലാണ്ട് തേങ്ങി കരയാണ്. തന്റെ മക്കളുടെ മുമ്പില് ഈ ഒരു അവസ്ഥയിൽ താൻ നിൽക്കേണ്ടി വന്നല്ലോ. തന്റെ ഭാര്യ കഴിഞ്ഞ 23 വർഷം കൊണ്ട് തന്നെ ചതിക്കാണെന്നുള്ള കാര്യം മക്കളുടെ മുഖത്ത് നോക്കി പറയേണ്ടി വരുന്ന ആ ഒരു അച്ഛന്റെ അവസ്ഥ. അങ്ങനെ ആ പാവയോടിരുന്ന് വല്ലാണ്ട് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് രോഹിയും ബബിയും കൃഷ്ണനെ പിടിച്ച് ചോദിക്കുന്നുണ്ട് എന്താടി അച്ഛൻ പറഞ്ഞർത്ഥം, സത്യം പറ, അപ്പോ നമ്മുടെ അമ്മ പ്രസവിച്ച മകളാണോ അലീന എന്ന് ചോദിക്കുമ്പം അതെ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ബബിതയും രോഹിയും ഒരു നിമിഷം ഒന്ന് ഞെട്ടി വിറച്ച് നിൽക്കാണ്. അല്ല അപ്പൊ ഇത് അല്ലി ചേച്ചിക്ക് അറിയോ? ചേച്ചിക്ക് അറിയാം, അച്ഛനും അറിയാല്ലേ? അച്ഛനും അറിയാം, എനിക്കും അറിയാം. അല്ലപ്പോ അമ്മയ്ക്കറിയോ? ഇല്ല, അമ്മയ്ക്ക് അറിയില്ല. അച്ഛൻ പറഞ്ഞ ആ കഥ നിങ്ങൾ കേട്ടതല്ലേ, അതിനകത്ത് അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും അമ്മ പ്രസവിച്ച ആ കുഞ്ഞ് മരിച്ചു പോയെന്നാ. അത് ജീവനുണ്ടെന്നോ അനാഥാലയത്തിൽ വളർന്നെന്നോ അത് അല്ല ചേച്ചിയാണെന്നോ ഒന്നും അറിയില്ല. ഇപ്പൊ ചേച്ചി പോയിരിക്കുന്നത് സ്വന്തം അച്ഛനടുത്തേക്കാണെന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല എന്ന് പറയുമ്പോ ഈശ്വര എന്തൊക്കെയാ കേൾക്കുന്നേ, അപ്പൊ അല്ല ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയല്ലേ, അമ്മയ്ക്ക് അതറിയില്ല അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ബബി ചോദിക്കാണ് ഇത്രയും കാലം ഞാൻ ഓർത്തു നമ്മുടെ അമ്മയുടെ ഭാഗത്തിലെ ന്യായം, അച്ഛന്റെ ഭാഗത്ത് എന്താ ന്യായമുള്ളത്? അച്ഛൻ എല്ലാരും പറ്റിക്കല്ലായിരുന്നോ? അച്ഛന് വേറെ കാമുക ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് അച്ഛനെ ഒരുപാട് പഴിച്ചതാ. പക്ഷെ അമ്മയെ ഡിവോഴ്സ് ചെയ്യണം, അച്ഛൻ ഇത്രയൊക്കെ വയലിനുള്ള കാരണം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. സ്വന്തം ഭാര്യ തന്നെ ചതിച്ച കാര്യം അച്ഛൻ അറിഞ്ഞത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയാണ്. അങ്ങനെ കൃഷ്ണ അലീനയെ കൊണ്ടുവന്നത് മുതലുള്ള പ്രജിതാമമ്മയെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് മുതലുള്ള എല്ലാവരും അറിഞ്ഞ കാര്യങ്ങളെല്ലാം പറയാണേ. മണിവേട്ടനും ശിവനും രാജീവനും അതുപോലെ എല്ലാവരും തന്നെ അലീന വൈദ്യരുടെ മകളാണെന്ന് അറിഞ്ഞ സത്യം ഇവരോട് പറയാണ്. അതുകൊണ്ടാ അലീന ചേച്ചി ഇപ്പൊ ഇവിടുന്ന് പോയത്. ഇനി ഇവിടെ നിന്നാല് ചേച്ചി സ്വന്തം മകളാന്നുള്ള കാര്യം അച്ഛൻ വിളിച്ച് വൈദ്യ അമ്മയോട് പറയും. അതോടുകൂടി രണ്ടുപേരും നമ്മളെ ബന്ധം അവസാനിപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞേക്കുന്നത്. ഒരിക്കലും അച്ഛന് ഈ ബന്ധത്തിൽ മുമ്പോട്ട് പോകാൻ ഇനി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ അമ്മേനെ ഉപേക്ഷിക്കും, ഡിവോഴ്സ് ചെയ്യുന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് പേടിച്ച ചേച്ചി ഇവിടുന്ന് പോയത് എന്ന് പറയാണ്. ബബി രോഹിയും ആകെപ്പാടുതെല്ലാം കേട്ട് വണ്ടറടിച്ച് നിൽക്കാണ്. ഇങ്ങനെ ഒരു പാസ്റ്റിൽ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അച്ഛന്റെ മകളാണെന്നവർ കരുതിയെങ്കിൽ പോലും അമ്മയുടെ മകളാണെന്ന് അവരൊരു ശതമാനം പോലും അങ്ങനെ വിശ്വസിച്ചിരിക്കുകയോ അങ്ങനെ ഒരു പ്രതീക്ഷ പുലർന്ന മനസ്സിലില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആകെപ്പാടെ തളർന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവാണ് ബബി രോഹിയും. അല്ല കൃഷ്ണനെ, നിനക്കിത് എപ്പം മുതൽ അറിയാവുന്നത്?
അങ്ങനെ അറിഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ കൃഷ്ണ പറയുന്നുണ്ട്. ഇതുകൊണ്ടാ എപ്പോഴും ചേച്ചി നമ്മൾ ഇത്രയധികം സ്നേഹിച്ചതും നമ്മളെ കെയർ ചെയ്തതും ഇപ്പൊ മനസ്സിലായല്ലേ എന്തുകൊണ്ടാണെന്ന്. നമ്മളെ 3 പേരെക്കാട്ടിലും ആദ്യം അമ്മ പ്രസവിച്ചത് നമ്മുടെ ചേച്ചീനെയാ. നമ്മുടെ ചേച്ചി നമ്മളെ പൊന്നുപോലെ നോക്കി എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിക്കാണ്. നമ്മുടെ അച്ഛൻ സത്യങ്ങളെല്ലാം അറിഞ്ഞ് ഒരു മകളെ പോലെ നമ്മുടെ ചേച്ചി ഏറ്റെടുക്കായിരുന്നു. ചേച്ചിയുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അച്ഛൻ കൂട്ടു നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കാണേ. സത്യങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ അറിഞ്ഞില്ലേ, ഇനി പറയാനുള്ളത് അമ്മ മാത്രാ. അമ്മേനെ കൂടെ അറിയിച്ചാ അച്ഛനും ചേച്ചിനും ഇഷ്ടമല്ലേ. ചേച്ചീനെ ഇവിടെ കൊണ്ടു നിർത്തി നമ്മുടെ സ്വന്തം ചേച്ചിയെ പോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിച്ചൂടെ എന്ന് രോഹി ചോദിക്കുമ്പം കൃഷ്ണ പറയാണ്, അതൊരിക്കലും നടക്കില്ല രോഹിയേട്ടാ. കാരണം ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ പറഞ്ഞു അമ്മയെങ്ങാണം ഈ സംഭവം എന്നറിയുന്നോ അന്നോടുകൂടി ഈ ബന്ധം അച്ഛൻ ഉപേക്ഷിക്കുമെന്ന്. ആ പേടിയില്ല അയലിനെ ചേച്ചിയും പോയിരിക്കുന്നേ. അതുകൊണ്ട് ഒരിക്കലും സത്യം അമ്മ അറിയാൻ പാടില്ല. നിങ്ങൾ രണ്ടുപേരുടെ വായിന്നും ഒരിക്കലും ഈ സത്യങ്ങളൊന്നും പുറത്തു പോകാൻ പാടില്ല. ആ ഒരു ഓർമ്മ വേണം. അതെങ്ങാണം പുറത്തു പോയി അമ്മ അറിഞ്ഞാല് ആ നിമിഷം തന്നെ അച്ഛൻ അമ്മയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കും. ആ ഒരു ഓർമ്മ കൂടി നിങ്ങക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. രോഹി ബബിയോട് പറയാണ്, എങ്കിലും നമ്മുടെ അമ്മയ്ക്ക് ഇങ്ങനൊരു പാസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഓർത്തുകൂടിയില്ല. അത് മാത്രല്ല അല്ല ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയാണെന്ന് അറിഞ്ഞപ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷം. ബബി പറയാണ്, പക്ഷേ അച്ഛന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. പാവത്തിന് അന്ന് അറ്റാക്ക് വന്നതും ഇത്ര അധികം മാനസികമായി തളർന്നതും അമ്മയോട് ഇത്രയൊക്കെ വയലന്റ് ആയതൊക്കെ കാരണമൊക്കെ ഇതുകൊണ്ടല്ലേ. നമ്മൾ എന്നിട്ട് ആ പാവത്തിന് എന്തോരം തെറ്റിദ്ധരിച്ചു, എന്തൊക്കെ അനാവശ്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതെല്ലാം ആ പാവം കേട്ടില്ലേ ആ ചേച്ചിക്ക് വേണ്ടി. സ്വന്തം ഭാര്യയുടെ അവിഹിത കുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് കൂടി അച്ഛൻ എന്തുമാത്രാ ആ ചേച്ചിയെ സ്നേഹിച്ചത്. ശരിക്കും നമ്മുടെ അച്ഛൻ എന്തൊരു പാവല്ലേ. നമ്മുടെ അമ്മയാ നമ്മുടെ അച്ഛനെ ചതിച്ചത് എന്നൊക്കെ രണ്ടുപേരും കൂടി പറയുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും സത്യങ്ങൾ അറിയാണ്. അലീനയെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ അവർ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ.